ദിനേശ്, ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ എമർജൻസി എക്സിറ്റ് സംവിധാനത്തിന് എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കാര്യക്ഷമമായിരുന്നില്ല. അങ്ങനെ ഒരു സംവിധാനം പോലും അവിടെ ഇല്ല എന്ന് ഈ രോഗികളുടെ ബന്ധുക്കൾ പറയുകയാണ്. സ്റ്റെയർ കേസിലൂടെ താഴേക്കിറങ്ങി അവരെ വീൽ ചെയറിലേക്ക് മാറ്റേണ്ടുന്ന അവസ്ഥ. അങ്ങനെ ഒരു സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നില്ല. അതൊരു ആശുപത്രിയാണെന്ന് ആലോചിക്കുക. മെഡിക്കൽ കോളേജ് പോലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ എമർജൻസി എക്സിറ്റ് സംവിധാനം ഇല്ല എന്നുള്ളത്, ഇത് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണോ? താങ്കൾക്കൊക്കെ ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളതാണോ? ഈ മെഡിക്കൽ കോളേജിലെ എമർജൻസി ഡോറ് ഉണ്ടെങ്കിലും അത് തുറക്കാൻ കഴിയുന്നില്ല, അതിലൂടെ പ്രവേശിക്കാൻ കഴിയുന്നില്ല, ചവിട്ടിപ്പൊളിക്കേണ്ട അവസ്ഥ. പിന്നെ എമർജൻസി ഡോർ അല്ല, എമർജൻസി ആയിട്ട് ഈ കാഷ്വാലിറ്റി കോമ്പൗണ്ടിൽ നിന്ന് ഒരു ഭാഗത്തുകൂടെ ഫയർ സർവീസിന്റെ വാഹനം വരുമ്പോൾ മറ്റൊരു റോഡിലൂടെ ആംബുലൻസിലൂടെ രോഗികളെ കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ. കാരണം എന്താ? അവിടെ ആകമാനം അടച്ചു കെട്ടിയിരിക്കുന്നു, കോമ്പൗണ്ട് പണിയുകയാ. മെഡിക്കൽ കോളേജിന്റെ ചുറ്റുപാടും ഈ ഇവിടെ മാത്രമല്ല, PMSSY കെട്ടിടം നിൽക്കുന്ന കാഷ്വാലിറ്റി ഭാഗത്തും മാത്രമല്ല, മെഡിക്കൽ കോളേജിനെ ഒരു കോമ്പൗണ്ടിന്റെ ചുറ്റളവിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു, അതിനകത്താക്കി മാറ്റിയിരിക്കുന്നു. ഇതുപോലെ MCH-ലോ IMCH-ലോ അതുപോലെ ടെർഷറി ക്യാൻസർ സെന്ററിലോ അതുപോലെ മറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലോ ഇതുപോലെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു തീപിടുത്തം ഉണ്ടായാൽ, മറ്റു ദുരന്തങ്ങൾ ഉണ്ടായാൽ ഉടനടി ആ കോമ്പൗണ്ടിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉള്ള സൗകര്യങ്ങളെല്ലാം അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നു. അല്ല, എന്റെ ചോദ്യം ശ്രീ ദിനേശ് പെരുമണ്ണ, താങ്കൾ മെഡിക്കൽ കോളേജ് സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണല്ലോ. ഏറ്റവും പ്രാഥമികമായി വേണ്ട ഒരു കാര്യമാണല്ലോ ഈ എമർജൻസി എക്സിറ്റ് എന്ന് പറയുന്നത്. ആ വാതിൽ അത് തുറക്കാൻ കഴിയാത്ത തരത്തിലേക്ക്, പിന്നീട് അത് ചവിട്ടിപ്പൊളിച്ചൊക്കെയാണ് ഇന്നലെ കോണിപ്പടിയിലൂടെ ഈ രോഗികളെ കൊണ്ടുപോയത്, മാറ്റിയത് എന്നൊക്കെ പറയുകയാണ്. ഇത് എത്ര കാലമായി ഇതിങ്ങനെ തുടരുകയാണ്? ഇത് നിങ്ങൾക്കൊന്നും അറിവുള്ള കാര്യമായിരുന്നില്ലേ? അല്ല, ഇതിന്റെ എല്ലാം തന്നെ പൂട്ടി അതിന്റെ ചാവിയൊക്കെ ബന്ധിപ്പിച്ചു വെക്കുന്ന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ആ കേന്ദ്രങ്ങളിൽ അതുണ്ട്. പക്ഷേ അതൊരു അതിന്റെ ബന്ധപ്പെട്ട ആശുപത്രിക്കകത്തുള്ള ഓഫീസുകളിലായിരിക്കാം. പക്ഷേ ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തേണ്ട ബന്ധപ്പെട്ട ഇത്തരം ഘട്ടത്തിൽ പ്രവർത്തിക്കേണ്ട അതിന് കഴിയുന്ന ജീവനക്കാരെ അവിടെ നിയമിച്ചിട്ടില്ല. PMSSY എന്ന് പറയുന്ന കെട്ടിടത്തിനകത്ത് ആവശ്യമായ ജീവനക്കാരെ നിയമിച്ചിട്ടില്ല. കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നു, അതാ ഞങ്ങൾ പറഞ്ഞത്. എമർജൻസി ഡോർ ഉണ്ടാക്കി അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നു, അത് ചവിട്ടി തുറക്കേണ്ടി വരുന്നു. അവിടെ ആ സമയത്ത് അത് തുറക്കാനും അതുവഴി രോഗികളെ കൊണ്ടുപോകാനും അവിടെ നിയോഗിക്കപ്പെട്ട ബന്ധപ്പെട്ട ജീവനക്കാർ വേണ്ടേ? അവരെ സർക്കാർ നിശ്ചയിച്ചിട്ടില്ല. ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഒരു ജീവനക്കാരെയും തസ്തിക സൃഷ്ടിച്ച് അവിടെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല. HDS ദിവസവേതനത്തിന് അവിടെ വെക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇലക്ട്രിക്കൽ സെക്ഷനിൽ പോലും, ഇപ്പൊ PWD ഇലക്ട്രിക്കൽ വിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ, ഇലക്ട്രിക്കൽ സെക്ഷനിൽ പോലും അവിടെയുള്ളത് HDS-ന്റെ ജീവനക്കാരാ. അല്ല, ഇതിലിപ്പോൾ ഈ CCTV പരിശോധിക്കും എന്നൊക്കെ പറയുകയാണ് മന്ത്രി. കൂടാതെ ഈ വിദഗ്ധ അന്വേഷണത്തെക്കുറിച്ച്, സാങ്കേതിക വിഭാഗത്തിന്റെ അന്വേഷണത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. ഇതിൽ ആദ്യമേ തന്നെ നടത്തേണ്ടുന്ന കാര്യങ്ങൾ, പ്രാഥമികമായി ഒരു സംവിധാനത്തിൽ ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങൾ പോലും ഇല്ലാതെ ഇത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതിന്റെ അതിന് ഇതിൽ കൂടുതൽ തെളിവ് വേണോ ദിനേശ്? ഒരു തെളിവും വേണ്ട. കാരണം ഇത് തന്നെ വലിയ തെളിവാണ്. ഇതിന്റെ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാതെ തന്നെയാണ് ഈ ആശുപത്രി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് സർക്കാർ ഈ കാര്യത്തിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു. ഇവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. രേഖാമൂലം പ്രിൻസിപ്പളിന് കത്ത് കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് പാർലമെന്റ് അംഗം MK രാഘവൻ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിൽ നിരന്തര സമരം ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുന്നില്ല.